പ്രചോദനമായത് ഒരു നായകൻ്റെ പടമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നായകൻ്റെ പടമോ എന്നുള്ളതല്ല. എനിക്ക് പ്രചോദനമായത് ഇന്നത്തെ പ്രേക്ഷകരുടെ ചിന്താഗതി മാറി എന്നുള്ളതാണ്. 3 വർഷം മുമ്പ്, ഒരു അപ്രോക്സിമേറ്റ്ലി 3 വർഷം മുമ്പ് വരെയും ഒരു പുതുമുഖം അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടറിൻ്റെ സിനിമകൾ, അതും വിട്ടേക്കു, ഓഡിയൻസ് തിയേറ്ററിൽ പോകൽ കുറവായിരുന്നു. ഇന്നിപ്പോൾ തിയേറ്ററിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസായി, താങ്ക്സ് ടു തിയേറ്റർ ഓണേഴ്സ്. അതുകൂടാണ്ട് ആൾക്കാരിപ്പോൾ ക്വാളിറ്റി സിനിമ വാച്ചിങ്ങാണ് ഇഷ്ടപ്പെടുന്നത്. പൈറേറ്റഡ് CDs ഒക്കെ ഓൾമോസ്റ്റ് ഡെഡായെന്ന് തന്നെ പറയാം. അത് വാനിഷ് ആയിക്കൊണ്ടിരിക്കുക. അവർക്ക് വീട്ടിലിരുന്ന് CD-യിൽ ലോ ക്വാളിറ്റിയിൽ കാണുന്നതിൽ താല്പര്യമില്ല. അവർ 10 രൂപ കൂടുതൽ കൊടുത്താലും തിയേറ്ററിൽ പോയി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. യെസ്, ഓഡിയൻസ് നമ്മുടെ കൂടെയുണ്ട്. അവർ നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഈസ് ആക്ടിങ് ഇൻ ദാറ്റ് മൂവി അല്ലെങ്കിൽ ഹൂ ഈസ് ദ മേക്കർ. അതാണ് മെയിനായിട്ട് പ്രചോദനം. ഷൈനെ എനിക്ക് നേരത്തെ അറിയാം, ശംഭു പുരുഷോത്തമനെ എനിക്ക് നേരത്തെ അറിയില്ല. അതുകൂടാണ്ട് ഞാൻ നമ്മുടെ ജിസ്മോൻ ജോയ്, അദ്ദേഹത്തിൻ്റെ ബൈസിക്കിൾ തീവ്സ് ചെയ്തു. അദ്ദേഹം ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറാണ്. ഞാൻ കൊന്തയും പൂണൂലും ചെയ്തു ജിജോ ആൻ്റണിയുടെ, അദ്ദേഹം ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറാണ്. ഇവരെല്ലാവരും ഡെബ്യൂട്ടൻസാണ്. ഇവരെല്ലാവരും ഏകദേശം എൻ്റെയൊക്കെ പ്രായമാണ്. അപ്പം ആ ഒരു കംഫർട്ട് ലെവൽ ഭയങ്കരമാണ്. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഹിറ്റ് മേക്കർ അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഉണ്ട്, ഇദ്ദേഹം ഒരു ഹിറ്റ് മേക്കറാണ്, ഒരു പുലിയാണ് എന്നുള്ളൊരു സാധനം. പക്ഷേ പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ആ ഒരു സാധനം നമ്മുടെ മനസ്സിലില്ല. അപ്പം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ ഹിറ്റ് ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ ചിലപ്പോൾ നമുക്ക് അവരെ പേഴ്സണലി അറിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് 1 ദിവസം 2 ദിവസം പിടിക്കും നമുക്കൊന്ന് കംഫർട്ടബിൾ ആകും നമ്മൾ. പക്ഷേ ഇത് നമ്മൾ പടത്തിൽ വിളിക്കുമ്പോഴും നമ്മൾ കംഫർട്ടബിളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അവരെ വിളിച്ച് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ പ്ലസ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത മിക്കവാറും ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സിൻ്റെ മൂവീസ് അല്ലെങ്കിൽ 1-2 പടങ്ങൾ ചെയ്ത് അവരും റിലേറ്റീവ്ലി പുതിയ ആൾക്കാരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. ഇവരൊക്കെ അടുത്തൊരു സിനിമ ആലോചിക്കുമ്പോൾ, ഒരു കഥ ആലോചിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റിയൊരു കഥാപാത്രം വരുമ്പോൾ ഇവർ എന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അത് ആസ് ആൻ ആക്ടർ ആൻഡ് ആസ് എ പേഴ്സൺ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പലരുമായിട്ട് സംസാരിച്ചു. ഞാനിപ്പം റെഡ് വൈനിൽ സലാം ബാപ്പുമായിട്ട്, അദ്ദേഹം ഡെബ്യൂട്ടൻ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു. എല്ലാം ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളുമാണ്. അത് ഞാനൊരു ഭയങ്കര ആലോചിച്ച് ഇത് ഓക്കെയാണ് ആ ഒരു സംഭവമല്ല, അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ മേളിലുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം സലാം ബാപ്പു അദ്ദേഹം ലാൽജു സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ മുല്ല ചെയ്യണ സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് അല്ല പറയാം, അദ്ദേഹം എന്നെ ഒരുപാട് ഡബ്ബിങ്ങിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മുല്ലയിലാണ്, അതിൻ്റെ മുമ്പുള്ള പടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുല്ലയിലാണ് ഞാൻ ഏറ്റവും നല്ലൊരു ഡബ് ചെയ്തിരിക്കുന്നത്. അത്രയും പെയിൻ എടുത്തു സലാം ഭായി. അങ്ങനെ പല ഘട്ടത്തിലും ഇപ്പം എബ്രിഡ് ഷൈൻ ഞങ്ങളുടെ ഫോട്ടോ സെഷനിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഡയറക്ടേഴ്സൊക്കെയാണ്. ജിജോ ആൻ്റണി ട്രിവാൻഡ്രം ലോഡ്ജിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ അറിയാം. അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്, അവർ നല്ലൊരു സിനിമ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ കഥാപാത്രവും നന്നായി അങ്ങ് പോകുന്നതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ക്യാരക്ടറിന് ചിലപ്പം വലിയൊരു ഡെപ്ത് ഇല്ലെങ്കിൽ ആ ഡെപ്തിലേക്ക് ഫിലിം മേക്കറും എത്തിക്കും, എനിക്കും അറിയാണ്ടങ്ങ് എത്തിച്ചു പോകും. ഞാനിപ്പം നോയിങ്ലി അൺനോയിങ്ലി അതങ്ങ് എത്തുവാണ്. ക്രിക്കറ്റ് ആൻഡ് സിനിമ ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പം 1983 എന്ന് പറഞ്ഞ സിനിമ ക്രിക്കറ്റ് ബാക്ക്ഡ്രോപ്പിൽ പറയുന്നു. CCL സിനിമാ നടന്മാർ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ മൈൻഡ് ഇപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് CCL കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയുടെ 1 ഡേ ഇൻ്റർനാഷണൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി പടത്തിനും ഭയങ്കര പോസിറ്റീവായിരിക്കും. ആൾക്കാർ ഇപ്പം 1983 സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് മലയാളം സിനിമയിൽ ഒരു ക്രിക്കറ്റ് ബാക്ക്ഡ്രോപ്പിൽ പറയുന്നൊരു സിനിമ വന്നിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ചിലപ്പോൾ 1-2 സീൻസ് ചിലപ്പം സിനിമകളിൽ വന്ന് കാണും, പക്ഷെ ഒരു ക്രിക്കറ്റ് ബാക്ക്ഡ്രോപ്പിൽ പറയുന്നൊരു സിനിമ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് വളരെ നല്ലതാണ്, ഭയങ്കര റോയാണ്, ഭയങ്കര രസമാണ്. സോങ്സ് ഗോപി സുന്ദർ നമ്മൾ കൊളോക്കിയലി പറയുകയാണെങ്കിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അദ്ദേഹം 4 സോങ്സ് ഇപ്പം ഓലഞ്ഞാലിക്കുരുവി ഭയങ്കരമായിട്ട് ഹിറ്റായി. എനിക്ക് പക്ഷേ പേഴ്സണൽ ഫേവറേറ്റ് നെഞ്ചിലെന്ന് പറഞ്ഞൊരു പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പം
എന്തൊക്കെ ഒരു പെട്രിയോട്ടിസവും സ്പോർട്സിനോടുള്ള ഒരു ഭയങ്കര ഒരു ഇഷ്ടവും സിനിമയോടുള്ളൊരു ഇഷ്ടവും ആ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ കലർന്നൊരു പാട്ടാണ്. അത് ശരിക്കും ആ ലിറിക്സും കറക്റ്റാണ്. നെഞ്ചിലെ ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലെ, ഇതാണ് ലിറിക്സ്. സൂപ്പറാണ്. ഒന്ന് കൊന്തയും പൂണൂലും. അതിൽ ആ സിനിമ ഒരു ഫ്രീക്കി കോമഡി എൻ്റർടൈനർ ആയിരിക്കും. അതിനുശേഷം വരാൻ പോകുന്നത് ഡോൾഫിൻ ബാർ. അഗെയിൻ നമ്മുടെ ബിഗ് ബ്രദറായ അനൂപ് മേനൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ്, ദീപൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു. അതിലൊരു പോലീസ് ഓഫീസർ വേഷമാണ് എനിക്ക്, മീശയൊക്കെ വെച്ചിട്ട് ഒരു മഫ്റ്റി ക്രൈം ബ്രാഞ്ച് ഓഫീസർ. പിന്നെ അതിനുശേഷം ചെയ്ത് മിഡുല ഒബ്ലങ്ങേറ്റ എന്ന് പറഞ്ഞ മിഡുല ഒബ്ലങ്ങേറ്റ ആക്ട്രസ് അംബിയ ചേച്ചിയുടെ അനിയൻ സുരേഷ് നായരാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നീലത്താമരയിലൊക്കെ അഭിനയിച്ച സുരേഷ്. അത് മൂന്നാമത്തെ സീൻ ഓൺവേർഡ്സ് ഹ്യൂമർ സ്റ്റാർട്ടാവുകയാണ് ടിൽ ദ ടെയിൽ എൻഡ്. 4 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. ഒരുപാട് ചിരിപ്പിക്കും ആ സിനിമ, ഒരുപാട് ചിരിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാനിപ്പം എൻ്റെ 1983 അല്ലാണ്ട് റിലീസാകാൻ പോണ സിനിമകൾ.